ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവാതിരയാണ് കേട്ടോ. ഞങ്ങളിവിടെ തമ്പാനങ്ങാടി പൂരം തുടങ്ങി. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തിരുവാതിര, മെഗാ തിരുവാതിര. അപ്പോൾ അതിൽ ഞാനുണ്ട്, മാളുണ്ട്, പിന്നെ അവിടെ കുട്ടിച്ചൻ്റെ മരുമകളുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ സെറ്റപ്പുകളൊക്കെ കഴിഞ്ഞു. ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചെറുതായിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അന്നെ കണ്ടിട്ടാ ചെറിയ മൈലാഞ്ചി ഒക്കെ ഇട്ടു. ഞാൻ ഇട്ടു, മോഹമ്മദ് അവൾ ഇട്ടു. അപ്പോൾ മൈലാഞ്ചിയൊക്കെ സെറ്റായി. ഇനി ഞങ്ങളുടെ മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് സാരി, ഞാൻ സെറ്റ് സാരിയാണ്, അവള് പാവാടിയും ബ്ലൗസുമാണ്. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി. അപ്പോൾ മെഗാ തിരുവാതിര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേരുണ്ട് കേട്ടോ. ഒരു 140-130 ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളൊരു വലിയൊരു തിരുവാതിരയാണ്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. ഞങ്ങൾ ആദ്യം മേക്കപ്പ് ചെയ്യണം കേട്ടോ, കാരണം ഫസ്റ്റ് ടൈം സാരിയാണ്. അപൂർവമായിട്ട് എപ്പോഴെങ്കിലൊക്കെ സാരി എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ടൈം കറക്റ്റ് എത്രയെന്ന് അറിയണോ, 3 മണി ആയിട്ടില്ല. ഞങ്ങൾക്ക് 5 മണിക്കാണ് അവിടെ എത്തേണ്ടത്, 5:30. പക്ഷെ ഞങ്ങൾ 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സാരി എടുക്കാൻ എനിക്ക് ഓൾറെഡി അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഉടുത്ത് നോക്കി, യൂട്യൂബൊക്കെ നോക്കി ഇന്നലെ രാത്രി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഉടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാവാം അല്ലേ. അതുണ്ട് കേട്ടോ. എന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ തിരുവാതിര കളിച്ചതിലൊക്കെ നമ്മളുള്ള ഹെയർ കൊണ്ട് തന്നെ കളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തിരുവാതിര കളിക്കുന്നത്. അല്ലാതെ തിരുവാതിര കളിച്ചതിലൊക്കെ നമ്മൾ ഹെയർ ഇതുവരെ വെച്ചിട്ടില്ല. ഇപ്രാവശ്യം ഹെയർ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ത്രില്ലുണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് വേണ്ട, കുട്ടികൾക്ക് ഇങ്ങനെ പരത്തിയിട്ടിട്ട് മുല്ലപ്പൂ ഹെയർ ഇത് ചെയ്താൽ മതി. മുതിർന്നവർക്ക് ഇങ്ങനെ മുടി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ മുടി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, സാരി ഉടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, എല്ലാം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഒത്തിരി പ്രായമായിട്ട് സാരി ഉടുക്കാൻ അറിയില്ല. കാരണം സാരി ഉടുത്തിട്ടില്ല ഇതുവരെ. എപ്പോഴും ഈ ചുരിദാർ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇട്ട് ശീലമായിട്ട് സാരി ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ ഉടുത്തുണ്ട്, ചിലപ്പോഴൊക്കെ ഉടുത്തുണ്ട്. പക്ഷെ അന്നൊക്കെ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. പ്രാവശ്യം ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തനിച്ച് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സാരി കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ തിരുവാതിരയ്ക്ക് പോകാം അല്ലേ. അപ്പോൾ ഇതാണ് സെറ്റ് സാരി കേട്ടോ. ഒരു പീക്കോക്കൊക്കെ ഉള്ളൊരു സെറ്റ് സാരിയാണ്. അതുപോലെ ഇതാണ് ബ്ലൗസ്. എല്ലാവർക്കും ഒരേ തരം ബ്ലൗസാണ് കേട്ടോ, ഒരേ കളറാണ്. ഈ കളറാണ് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ ഇതാ മുടിയുണ്ട്, മുടിയൊക്കെ നല്ല മുടഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. ഇത് മാൾട്ടീൻ്റെ ഡ്രസ്സാണ് കേട്ടോ. മാൾട്ടീൻ്റെ പാവാടിയും അതുപോലെ ടോപ്പും. ഇത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ സ്ലീവ്, ഇങ്ങനത്തെ സ്ലീവ് എന്ന് പറയണത്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്ത് കൊടുത്താണ് കേട്ടോ. നല്ല ഭംഗി കേട്ടോ. ഞങ്ങളിവിടെ ടൗണിൽ ഞങ്ങൾ ഇതുവരെ അടിക്കാൻ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തല്ല ഞാൻ കൊടുക്കുന്നത് കേട്ടോ, വേറെ ആൾക്കാരുടെ അടുത്താണ് കൊടുക്കുന്നത്. പക്ഷേ അവർ നന്നായി തയ്ച്ചെന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയാണ് കേട്ടോ. അവിടെ ഡ്രസ്സും പിന്നും ചരടും സ്ലൈഡും അതുപോലെ മുടിയും മാറ്റി മുടി വെച്ചിട്ടുള്ള കൊഞ്ചിലാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ റെഡി ആവാം അല്ലേ. അപ്പോൾ ഞാൻ സാരി കൊടുക്കാൻ പോവുകയാണ്, മാൾട്ടി ഇവിടെ മേക്കപ്പ് ചെയ്യാണ്. രണ്ടാളും രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അവൾ മേക്കപ്പ് ചെയ്യണ സമയത്ത് ഞാൻ സാരി എടുക്കും, ഞാൻ മേക്കപ്പ് ചെയ്യണ സമയത്ത് അവൾ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം അല്ലേ. അങ്ങനെ മാൾട്ടീൻ്റെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം അവൾ എല്ലാം സ്വയം ചെയ്യുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും കേട്ടോ. എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ തയ്ക്കാൻ കൊടുക്കുന്നത്. നമ്മുടെ ടൗണിൽ ഞാൻ എന്നും കൊടുക്കണേലല്ല കൊടുക്കുന്നത്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആട്ടോ എനിക്ക്. ഞാൻ അങ്ങനെ ബ്ലൗസ് ഇടാറില്ല. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. വർക്കൊക്കെ ആണെങ്കിലും അതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, എങ്ങനെയോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ശരിയായണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് എടുത്തത് ഏകദേശം ഒരു സാരിയെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ ഗൈസ്? ഏകദേശം തോന്നുന്നുണ്ടോ? ഏകദേശം ഇപ്പം അങ്ങനെ ഒരു ചെറുതായിട്ട് അങ്ങനെ ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡാൻസ് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കറക്റ്റ് അല്ലേ? വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല കേട്ടോ. കാരണം എനിക്കിത് അത്ര സാരി കൊടുക്കാൻ അറിയുന്ന ആളല്ല. അപ്പോൾ ഏകദേശം ഒരു സാരീൻ്റെ ഒരു പിക്ചറില്ലേ, ഒരു ആള് സാരി എടുത്തൊരു പോലെ അല്ലേ, അങ്ങനെ ഒന്ന് കഷ്ടിച്ചിട്ടൊന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ് അതുപോലെ ഹെയർ ഫിക്സ് ഒക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയൊന്നുമില്ല. എന്നാലും നമുക്ക് അവിടെ ഇവിടെയും കാണാത്ത രീതിയിൽ ഒന്ന് സെറ്റ് ആക്കണം എന്നുണ്ടാകും. ഇന്നലെ മുതൽ യൂട്യൂബൊക്കെ നോക്കി ഒന്ന് കറക്റ്റ് ഇതൊക്കെ ഒന്ന് ഏകദേശം പഠിച്ചെടുത്തു. അതിൻ്റെ കൂടെ ഒന്ന് സെറ്റാക്കി ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. കാണുമ്പോൾ എനിക്ക് ഇത്ര ഉണ്ട്, പക്ഷെ ഹെയർ കുറച്ച് വലുതാണ്. അപ്പോൾ ആ ഹെയർ നമ്മളൊന്ന്
ഫിക്സ് ചെയ്യണം. അതിന് ശേഷം പിന്നെ മേക്കപ്പ്, പിന്നെ മുല്ലപ്പൂ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേതായാലും സാരി പെർഫെക്റ്റ് അല്ലേ. മാറ്റി അവിടെ ഭയങ്കര ഒരുക്കത്തിലാണ്. അവൾക്ക് പിന്നെ മേക്കപ്പിൻ്റെ സമയം മാത്രം മതി, ബാക്കിയൊക്കെ അവൾ ചെയ്തോളൂ. അവൾ സ്വയം ചെയ്തോളൂ കേട്ടോ. ഒന്നിനും നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഹെയർ സ്റ്റൈലാണെങ്കിലും എല്ലാം അവൾ സ്വയം ചെയ്തോളൂ. അവൾക്കൊരു ആളെ സഹായത്തിൻ്റെ ആവശ്യമല്ല. എനിക്കാണ് സഹായത്തിൻ്റെ ആവശ്യം വേണ്ടത് ഇപ്പോൾ സാരിക്ക്. അപ്പോൾ ഏകദേശം പെർഫെക്റ്റ് ആയെന്ന് തോന്നുന്നു. ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഫിക്സ് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ മുടി സാരി റെഡിയാക്കി, അതിന് ശേഷം മുടി സെറ്റാക്കി മുല്ലപ്പൊക്കെ വെച്ചു. പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഫൈനൽ റൗണ്ട് കാണിക്കാം കേട്ടോ. മാൾട്ടീൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ മാൾട്ടി ഏകദേശം എല്ലാം സെറ്റായിരുന്നു. ഡ്രസ്സ് അവൾക്ക് തയ്ച്ചത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ്. ഇവർക്ക് മുടി വെക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് ഇങ്ങനെ മുടി പരത്തിയിട്ടിട്ട് ഇനി അടിയിൽ കൂടെ ഇങ്ങനെ പൂ വെക്കുകയാണ്. ആദ്യമായിട്ട് മാട്ടി ഇത്ര വലിയ കമ്മലിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നല്ല രസമുണ്ട്. ഇനി മാല ഒക്കെ ബാക്കിയൊക്കെ അവള് സെറ്റ് ചെയ്തിട്ട് വരും. അതുപോലെ ഞാൻ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, എന്റേത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. അമ്മ അവിടെ ഓർണമെന്റ്സും മേക്കപ്പ് ഒക്കെ ഇടുകയാണ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ മേക്കപ്പും ഓർണമെന്റ്സും ഡ്രസ്സൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഇത്രയും വലിയ ജിമ്മിക്ക് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇടുന്നത്. ഇത്ര വലുതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. അതുമാത്രമല്ല, അമ്മ സമ്മതിക്കാറില്ല. കണ്ടില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. കമ്മലായി, മുല്ലപ്പൂവായി, ഡ്രസ്സായി, മുടിയായി, എല്ലാമായി സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവാതിരയ്ക്കുള്ള എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി മാൾട്ടി അത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് മാളൂൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഇനിയിപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു കുറവ് കൂടി ഉള്ളൂ. അത് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തായാലും എല്ലാവർക്കും, കളിക്കുന്ന എല്ലാവർക്കും ഒരു മുളം മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. എനിക്ക് എക്സ്ട്രാ ഒരു മുളം കൂടി വാങ്ങിയെന്നുള്ളൂ. പിന്നെ അപ്പം അവിടെ നിന്ന് കിട്ടുന്ന 2 മുളം ഇവൾക്കും, ഇവിടുന്ന് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ 2 മുളം ഞാനും ചൂടി. അപ്പോൾ അവൾക്കുള്ളത് ഇനി അവിടെ. അപ്പോൾ ഇതിന് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അടിയിൽ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെറ്റായിട്ട് 2 പേരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളെ ഫൈനൽ ലുക്ക്. എൻ്റെയും മാൾട്ടീൻ്റെയും ഇന്നത്തെ പൂരത്തിൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പിന്നെ അതിന് ശേഷം പിന്നെ എന്നും നടക്കണ പോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റാക്കി കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തിയട്ടോ. 6:30, 6:45 സംഭവം. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അങ്ങനെ മാൾട്ടിക്ക് മുല്ലപ്പൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടോ. മുല്ലപ്പൂ അവിടെ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ അവൾക്ക് വാങ്ങാതിരുന്നത്. പിന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും തിരുവാതിരയ്ക്ക് 130, 140ഓളം ആൾക്കാരുണ്ട് കേട്ടോ. അവരൊന്നും എത്തിയിട്ടില്ല, പകുതി ആൾക്കാർ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവരൊക്കെ വരുന്ന ടൈം വരെ ഞങ്ങൾ എല്ലാവരും അവിടെ മുല്ലപ്പൊക്കെ വെച്ച് സെറ്റായിട്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും നട തുറന്നു. തിരുവാതിരക്കുള്ള ടൈമായി കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ വരിക്ക് നിർത്തുകയാണ്. കാരണം ഇത് 3-4 റൗണ്ടായിട്ടാണ്. ആദ്യം ചെറിയ കുട്ടികളുടെ റൗണ്ട്, അതിന് ശേഷം പിന്നെ കുറച്ച് വലിയ കുട്ടികളുടെ റൗണ്ട്, അതിന് ശേഷം ബാക്കി വലിയ ആൾക്കാരുടെ എല്ലാവരും കൂടി ഓരോ റൗണ്ട് കേട്ടോ. മൊത്തം 5 റൗണ്ട് ഉണ്ട്. അപ്പോൾ ആ 5 റൗണ്ടിലുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ നിരയായിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇവർ ഈ ഒരു ഓർഡറിൽ വേണം കേട്ടോ അവിടെ കളത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ.
അങ്ങനെ ചെണ്ടമേളം തുടങ്ങി. ഞങ്ങൾ അതേപോലെ ലൈനായിട്ട് നിന്ന് അതേപടി ഞങ്ങൾ അവിടെ വന്ന് നിന്നു കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഡാൻസ്. ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം ഇക്കാലം വരെ ഞാൻ ഇതേപോലെ ഒരു അമ്പലത്തിൽ അതുപോലെ തിരുവാതിര കളിക്കുക, അതുപോലെ ഇതേപോലെ മെഗാ തിരുവാതിര കളിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൂടെ എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാം നമുക്ക്. മാൾട്ടിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ അതായത് ക്ലബിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ തിരുവാതിര കളിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ മെഗാ തിരുവാതിരയ്ക്ക് ആദ്യമായിട്ടോ പങ്കെടുക്കുന്നത്. അത് നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. മാളൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ഹാപ്പി ആയിട്ട് കളിക്കുകയും ചെയ്തു, നല്ല ഇതിൽ കളിക്കുകയും ചെയ്തു കേട്ടോ. ഇനി അടുത്ത വർഷം എല്ലാ വർഷം കൂടണം എന്നുള്ളൊരു തീരുമാനം അന്ന് എടുത്തോട്ടോ ഞങ്ങൾ. ദേവി ശരണം. ഒരുപാട് സന്തോഷം. എല്ലാവരും ലഡു കഴിച്ചതിന് ശേഷം ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ തിരുവാതിരയ്ക്ക് ശേഷം എല്ലാവരും ഹാപ്പി ആയിട്ട് ലഡുവൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ എല്ലാവരുടെയും ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോയിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വീഡിയോയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ വക ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. തിരുവാതിരയ്ക്ക് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം സോപാന സംഗീതം ഉണ്ടായിരുന്നു കേട്ടോ. സോപാന സംഗീതം വിദ്യാലയത്തിൻ്റെ വകയായിട്ട് ശാസ്ത്രീയ സംഗീതം ഉണ്ടായിരുന്നു. ഈ തിരുവാതിരക്കളി അവതരിപ്പിച്ച എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നത് പോലെ സന്തോഷവും അറിയിക്കുന്നു. നടത്തുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. രാജേഷ് നാദാപുരം നടത്തുന്ന സാമകാലിക പ്രഭാഷണത്തിൽ എല്ലാ ഭക്തജനങ്ങളും കുടുംബസമേതം കൃത്യം 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ അവസാനം വെടിക്കെട്ട് കൂടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ.